ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫ്രം ആർട്ടിക്കിൾ 36 to 51. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്, പക്ഷേ അവരത് കോപ്പി ചെയ്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ബോറോഡ് ഫ്രം അയർലൻഡ് ആൻഡ് കോപ്പിഡ് ഫ്രം സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ്. 1945-ൽ സപ്ര കമ്മിറ്റി ആയിരുന്നു 2 കാറ്റഗറീസ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് സജസ്റ്റ് ചെയ്തിരുന്നത്. സപ്ര കമ്മിറ്റി suggested 2 categories of individual rights in 1945. First one justiciable and second one is non-justiciable rights. Justiciable rights എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. കോർട്ട് വഴി നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നോൺ ജസ്റ്റിസബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവ കോടതി വഴി നടപ്പിലാക്കാൻ സാധിക്കില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 37-ലാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി ഗവൺമെൻറ് നൽകുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇസ് എ ചെക്ക് വിച്ച് ഇസ് പെയ്ഡ് ഓൺ ബാങ്ക്സ് കൺവീനിയൻസ് എന്ന് പറഞ്ഞത് KT ഷായാണ്. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ 3 തരം തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആൻഡ് തേർഡ് വൺ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. Socialistic principles that aim at providing social and economic justice and set the path towards the welfare state. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പൽ എന്നാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, അതായത് സോഷ്യലി എക്കണോമിക്കലി ജസ്റ്റിസിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ട certain സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റൂൾസ്, ഇതിനെയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 38 promote the welfare of the people by securing a social order through justice and to minimize inequalities in income, status, facilities and opportunities. സാമൂഹിക ക്രമത്തിലൂടെ സ്റ്റേറ്റിലെ ജനങ്ങളുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ മിനിമൈസ് ഇൻഇക്വാളിറ്റീസ്, വരുമാനം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിലുള്ള അന്തരം ഒഴിവാക്കുക എന്നുള്ളതും ആർട്ടിക്കിൾ 38-ലാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 39 ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 39-ലാണ്. ആർട്ടിക്കിൾ 39A പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്നത് ആർട്ടിക്കിൾ 39A-ൽ പറയുന്നു. ആർട്ടിക്കിൾ 41 In cases of unemployment, old age, sickness and disablement, secure citizens they have the right to work, right to education and right to public assistance. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, വാർദ്ധക്യം ബാധിച്ചിരിക്കുമ്പോഴോ അസുഖം ബാധിച്ചിരിക്കുമ്പോഴോ വൈകല്യങ്ങൾ ഉള്ളപ്പോഴോ ജോലി ചെയ്യുവാനും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം അനുവദിച്ചു തരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. Article 42 Make provision for just and humane conditions of work and maternity relief. മെറ്റേണിറ്റി റിലീഫിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 43 Secure a living wage, a decent standard of living and social and cultural opportunities for all workers. വർക്കേഴ്സിൻ്റെ ലിവിങ് വേജ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് എന്നിവയെ പറ്റിയാണ് ആർട്ടിക്കിൾ 43-ൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 43A
take steps to secure the participation of workers in the management of industries. വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ നടപടിയെടുക്കുക എന്നതാണ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 47 raise the level of nutrition and the standard of living of people and to improve public health. പോഷകാഹാര നിലവാരവും ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത് ആർട്ടിക്കിൾ 47. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഗാന്ധിയൻ ഐഡിയോളജിയാണ് ഫോളോ ചെയ്യുന്നത്. ഗാന്ധിയൻ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 40 ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്സ് ആൻഡ് എൻഡൗ ദം വിത്ത് നെസസറി പവേഴ്സ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 43 കോട്ടേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 46 പ്രൊമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് എസ്-സീസ്, എസ്-ടീസ് ആൻഡ് അതർ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലെ വീക്കർ സെക്ഷനായ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 47 പ്രൊഹിബിറ്റ് ദി കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 48 prohibit the slaughter of cows, calves and other milch and draft cattle and to improve their breeds. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 48. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ലിബറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 44 secure for all citizens a uniform civil code throughout the country. ഒരു രാജ്യത്തിലെ എല്ലാ സിറ്റിസൻസും യൂണിഫോം സിവിൽ കോഡ് ഫോളോ ചെയ്യുക എന്നതാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. ഇത് ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവ മാത്രമാണ്. ആർട്ടിക്കിൾ 45 പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 45 ആർട്ടിക്കിൾ 48 ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി അതുപോലെ കൗ സ്ലോട്ടറിങ്ങിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 49 പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും സംരക്ഷണം നടപ്പിലാക്കുന്നത് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം. അതായത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നത് ആർട്ടിക്കിൾ 50 പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 51 പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 51.